ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മമ്മൂട്ടി വേഴ്സസ് മോഹൻലാൽ ഒരേ ദിവസം റിലീസ് ചെയ്ത് ക്ലാഷ് റിലീസുകളായി പുറത്തിറങ്ങിയ ചിത്രങ്ങളുടെ മൂന്നാമത്തെ എപ്പിസോഡാണ്. 1989 മെയ് മാസം 4-5 തീയതികളിലായി പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ ഉത്തരം എന്ന ചിത്രവും മോഹൻലാലിന്റെ നാടുവാഴികൾ എന്ന ചിത്രവുമാണ് ക്ലാഷ് റിലീസുകളായി എത്തിയത്. ഇനി ഈ ചിത്രങ്ങളുടെ ബോക്സ് ഓഫീസ് വിശകലനങ്ങളും ആരാണ് ക്ലാഷ് റിലീസുകളിൽ വിജയിച്ചത് എന്നും നമുക്ക് നോക്കാം. ആദ്യം മമ്മൂട്ടി ചിത്രം. 89 മെയ് 4 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മമ്മൂട്ടിയുടെ ഉത്തരം. പവിത്രൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു മിസ്റ്ററി ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന ചിത്രമായിരുന്നു. MD വാസുദേവൻ നായർ രചന നിർവഹിച്ച ഉത്തരം അതുകൊണ്ട് തന്നെ മികച്ച നിരൂപക ശ്രദ്ധ നേടി. സ്ലോ പേസ്ഡ് ആയിട്ടുള്ള അവതരണമായിരുന്നു ഈ ചിത്രത്തിന്റെ പ്രത്യേകത. കൊമേഴ്സ്യൽ ഘടകങ്ങളുടെ അഭാവം ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് പെർഫോമൻസിനെ കാര്യമായി ബാധിച്ചു. സുവർണ ആനന്ദ് നായികയായി എത്തിയ ഈ ചിത്രത്തിൽ സുകുമാരൻ, പാർവതി തുടങ്ങിയവരും മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. 18 സെന്ററുകളിലായിരുന്നു ഉത്തരം റിലീസ് ചെയ്തിരുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിൽ കഥ പറഞ്ഞു പോകുന്ന ശൈലിയായിരുന്നു ഈ ചിത്രത്തിൽ അവലംബിച്ചിരുന്നത്. സ്ലോ പേസായി തുടങ്ങി ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴേക്കും അതിതീവ്രമായ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായ ഉത്തരം ബോക്സ് ഓഫീസിൽ എന്നാൽ പരാജയമായിരുന്നു. ശ്രുതി കമ്പൈൻസ് നിർമ്മിച്ച ഈ ചിത്രം മമ്മൂട്ടിയുടെ അഭിനയം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മമ്മൂട്ടി ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റായി വേഷമിട്ട ഈ ചിത്രം അക്കാലത്ത് താരത്തിന്റെ ഇമേജിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രമായിരുന്നു. സുകുമാരി, ശങ്കരാടി, ശ്രീരാമൻ, ഇന്നസെന്റ്, വത്സല മേനോൻ തുടങ്ങിയവരും മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഈ ചിത്രം 50 ദിവസത്തിനോടടുത്താണ് തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചത്. വിദ്യാധരൻ മാഷായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. ഇനി മോഹൻലാൽ ചിത്രത്തിനെ കുറിച്ച് നോക്കാം. 89 മെയ് 5 തിയേറ്ററുകളിൽ എത്തിയ ചിത്രമായിരുന്നു മോഹൻലാലിന്റെ നാടുവാഴികൾ. 7 Hours നിർമ്മിച്ച് ജോഷി സംവിധാനം ചെയ്ത ഈ ചിത്രം ഒരു ഫാമിലി ആക്ഷൻ ഡ്രാമ കാറ്റഗറിയിലുള്ള ചിത്രമായിരുന്നു. മോഹൻലാലിന്റെ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന എല്ലാ ചേരുവകളും ഒരേപോലെ ചേർത്ത് അണിയിച്ചൊരുക്കിയ ഈ ചിത്രം അതുകൊണ്ട് തന്നെ നല്ല ഹൈപ്പിലായിരുന്നു തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. ആ ഹൈപ്പിനൊത്ത അഭിപ്രായം നേടിയ നാടുവാഴികൾ അതുകൊണ്ട് തന്നെ മികച്ച കളക്ഷനിൽ ബോക്സ് ഓഫീസിൽ സൂപ്പർ ഹിറ്റ് വിജയമാവുന്ന കാഴ്ചയായിരുന്നു 89 മെയ്യിൽ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത്. 22 സെന്ററുകളിലായിരുന്നു നാടുവാഴികൾ റിലീസ് ചെയ്തിരുന്നത്. SN സ്വാമി തിരക്കഥാ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രം പ്രമുഖ റിലീസിംഗ് കേന്ദ്രങ്ങളിൽ 100 ദിവസത്തിനടുത്താണ് പ്രദർശിപ്പിച്ചത്. 89 മികച്ച പണംവാരി ചിത്രങ്ങളൊന്നായി മാറിയ നാടുവാഴികളിൽ മധു, മുരളി, ദേവൻ, മണിയമ്പിള്ള രാജു, ബാബു നമ്പൂരി, ജഗതി ശ്രീകുമാർ, വിജയരാഘവൻ, തിലകൻ, അസീസ്, KPIC സണ്ണി തുടങ്ങി നിരവധി താരങ്ങൾ അണിനിരന്നിരുന്നു. രൂപിണി നായികയായി എത്തിയ ഈ ചിത്രത്തിൽ സിതാരയും പ്രധാനപ്പെട്ട വേഷത്തിലെത്തിയിരുന്നു. ശ്യാമായിരുന്നു ഈ ചിത്രത്തിന്റെ സംഗീത നിർവഹിച്ചത്. കൊമേഴ്സ്യൽ ഫോർമാറ്റിൽ മോഹൻലാലിന്റെ അക്കാലത്തെ ആക്ഷൻ ഹീറോ ഇമേജിനെ പരമാവധി ചൂഷണം ചെയ്യാൻ സാധിച്ച ഒരു ചിത്രമായിരുന്നു നാടുവാഴികൾ. അതുതന്നെയാണ് ഈ ചിത്രം നേടിയ വമ്പൻ വിജയത്തിന്റെ രഹസ്യവും. ആകെ സമ്മർ നോക്കുമ്പോൾ 89 മെയ് 4-5 തീയതികളിലെ ക്ലാഷ് റിലീസുകളിൽ വിജയായത് മോഹൻലാലിന്റെ നാടുവാഴികളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.